മുഖ്യധാര മാധ്യമങ്ങൾ കൂടെ ആണെങ്കിലും യൂട്യൂബിലൂടെയാണ് നടന്നു പോകുന്ന സംഭവം. അർജുന് 75,000 രൂപ സാലറി ഉണ്ട്. ആ 75,000 രൂപ സാലറി കിട്ടിയിട്ട് പോലും അവന് ജീവിക്കാൻ പറ്റുന്നില്ല. 75,000 രൂപ ഇന്നേ ഒരു മാസം അവന് കിട്ടിയതായിട്ട് അറിയില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. രൂക്ഷമായിട്ടില്ല, കേട്ടാൽ അറക്കുന്ന രീതിയിലുള്ള കമന്റുകളാണ് അതിൽ ആൾക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അർജുന്റെ പൈസ എടുത്ത് തിന്ന് ജീവിക്കുന്ന സഹോദരിമാർ, അല്ലെങ്കിൽ അനിയൻ, സഹോദരൻ, പിന്നെ അർജുൻ മരിച്ചത് നന്നായി, ഈ രീതിയിലുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കുന്നതിനേക്കാൾ അർജുൻ മരിക്കുന്നതാണ് നല്ലത്. അത്രയും രൂക്ഷമായിട്ട് ഞങ്ങൾ മനസ്സിലെല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളതിന് മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ അർജുന്റെ സഹോദരി ഭർത്താവ് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. അർജുന് 75,000 രൂപ സാലറി കിട്ടിയിട്ടില്ല. പക്ഷേ മനാഫ് പറയുന്നത് 70,000 സാലറി ആണ് ഏറ്റവും കുറവ് സാലറിയാണ്, അത് കൂടുതലാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇത് തെളിയിക്കാൻ വേണ്ടി ഇത്രയും വലിയ സാലറി കിട്ടുകയാണെങ്കിൽ തന്നെ അത് അക്കൗണ്ട് വഴി ആയിരിക്കുമല്ലോ കിട്ടുന്നത്. അപ്പം അത് തെളിയിക്കാൻ വേണ്ടി അക്കൗണ്ട് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പറ്റുന്നുണ്ട്. പിന്നെ ഇതിലൊരു പോസിബിലിറ്റി ഉള്ളതെന്ന് വെച്ചാൽ ഇവരൊക്കെ ഡ്രൈവേഴ്സാണ്. ഇവരൊക്കെ ബാറ്റ എന്ന് പറയുന്ന പരിപാടി ഉണ്ട്. എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ പൈസ കിട്ടുക എന്നുള്ളതൊക്കെ അതൊക്കെ ചിലപ്പോൾ അക്കൗണ്ട് അല്ലായിരിക്കും, കയ്യിലൊക്കെ ആയിരിക്കും കിടക്കണം. അതെല്ലാം കൂടി കൂട്ടിയായിരിക്കും 75 രൂപ എന്ന് പറഞ്ഞത്. പിന്നെ ഈ കമന്റോളികൾ ഇങ്ങനെ കമന്റ് ഇടുന്നത് എന്തിനാണ് ഇങ്ങനെ കമന്റ്? ഈ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ഈ അർജുന്റെ കുടുംബത്തിനാണ്, ഭാര്യയ്ക്കാണ്, മകനാണ്, അച്ഛനാണ്, അമ്മയ്ക്കാണ്. അവർക്കാണ് പോയിരിക്കുന്നത്. മനാഫിന് ആ ലോറിയുടെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്ക് കാശ് കിട്ടും. നിങ്ങളിങ്ങനെ ഒന്ന് കമന്റ് ഇടുന്നത് അർജുൻ ഇവിടുന്ന് രക്ഷപ്പെട്ട നന്നായി, മരിച്ച നന്നായി എന്നൊക്കെ പറഞ്ഞ് നിർത്തണം. നിങ്ങൾക്ക് ആ കുടുംബത്തിന് ഒന്ന് ജീവിക്കാൻ പറ്റും.